CPM-നെതിരെ ശബ്ദിച്ചുകൊണ്ട് CPM-നെ പ്രതിസന്ധിയിലാക്കും എന്ന് ഉറപ്പുള്ള യുവ നേതാക്കൾ അവരെ ജയിലിലാക്കുക എന്നുള്ളത് CPM-ന്റെ അജണ്ടയാണ്. ഇനി മീഡിയകൾക്ക് അതിന് മടിയാണെന്നുണ്ടെങ്കിൽ മീഡിയകൾ പറയാത്ത സത്യങ്ങൾ വിളിച്ചു പറയുന്ന സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്, പേജുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ സംസാരിക്കണം. ദിവസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ടയിലെ ഒരു വിശേഷം ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ്, റിമാൻഡിലേക്ക് പോകുകയാണ്, കുറെ കുറ്റങ്ങൾ, പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കുറെ കുറ്റങ്ങൾ നമ്മുടെ മണ്ടയിലെടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം നടന്നിട്ടില്ല, പക്ഷേ അത്തരത്തിൽ ചില കുറ്റങ്ങൾ പോലീസ് മനഃപൂർവ്വം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിമാൻഡിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അറിയാലോ, അദ്ദേഹം ജയിലിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയിലിലാണ്. അദ്ദേഹം മാത്രമല്ല, ആ പരിപാടി, ആ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത സന്ദീപ് വാര്യർ അടക്കം ജയിലിലാണ്. ജാമ്യം നിഷേധിച്ചു എന്നുള്ള വാർത്ത കണ്ടു. ജാമ്യം നിഷേധിക്കും, അങ്ങനെയാണ്. കാരണം LDF സർക്കാരിനെ അല്ലെങ്കിൽ CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സന്ദർഭത്തിൽ വരുമ്പോൾ CPM-നെതിരെ ശബ്ദിച്ചുകൊണ്ട് CPM-നെ പ്രതിസന്ധിയിലാക്കും എന്ന് ഉറപ്പുള്ള യുവ നേതാക്കൾ, ആ നേതാക്കൾ ആരായാലും അവരെ ജയിലിലാക്കുക എന്നുള്ളത് CPM-ന്റെ അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കാൻ നോക്കിയത്, പിന്നെ KM ഷാജഹാനെ ജയിലിലാക്കാൻ നോക്കിയത്, ഷാഫി പറമ്പിലിനെ ഇന്നലെ കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെ പല സ്ഥലത്ത് CPM-ന്റെ ഗുണ്ടകൾ അല്ലെങ്കിൽ DYFI-ക്കാർ അല്ലെങ്കിൽ SFI-ക്കാർ, ഇനി ഇവരാരും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പൊതുജനസമ്മതരാണെന്നുണ്ടെങ്കിൽ, നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ, ജനപ്രതിനിധികളാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ തന്നെ നേരിട്ട്, എന്നിട്ട് പോലീസുകാർ ജനപ്രതിനിധിയെ അടിച്ച് തല പൊട്ടിച്ച് മൂക്കും അടിച്ച് ചതച്ചതിന് ശേഷം പോലീസുകാരെ അടിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസും കൂടെ എടുത്തു വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു രാത്രി ഒരു 8-9 മണി സമയത്ത് ഓടിക്കൊണ്ടുവന്ന ഒരു KSRTC ബസ് മേയറും മേയറുടെ ഭർത്താവ് MLA-യും മറ്റു 3 പേരും ചേർന്ന് തടഞ്ഞു നിർത്തി. അത് ലൈവായി നമ്മളൊക്കെ കണ്ടു. സീബ്ര ലൈനിൽ വണ്ടി ക്രോസ് ചെയ്തിട്ടിട്ടില്ല, വണ്ടി അവിടെ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒതുക്കി നിർത്തിയതാണെന്ന് പറഞ്ഞപ്പോൾ ചാനലുകൾ സീബ്ര ലൈനിലേക്ക് കയറ്റി നിർത്തിയ മേയറുടെ കാറിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇപ്പോ അതിന്റെ അവസ്ഥ എന്താണെന്നറിയാം? അത്തരത്തിലൊരു സംഭവം നടന്നതായി എവിടെയും ഒരു തെളിവുമില്ല. നമ്മളൊക്കെ കണ്ട ആ വീഡിയോ ദൃശ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? കോടതിയിൽ എത്തുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അവിടെ ശിക്ഷ വിധിക്കുന്നത്. അതുപോലെ തന്നെ ജാമ്യം ചാർത്തപ്പെടുന്ന വകുപ്പുകളുടെ നിലപാടനുസരിച്ചിട്ടാണ് ജാമ്യം കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ 67A എന്നൊരു വകുപ്പ് ഇട്ടിട്ടുണ്ടെന്നും ഇത് പിണറായിക്കെതിരെ ശബ്ദിക്കുന്നത് കൊണ്ട് വിജയ എന്ന് വിളിക്കുന്നത് കൊണ്ടുണ്ട ഒരു ട്രാപ്പാണെന്നും മനസ്സിലാക്കിയത് ഷാജൻ സ്കറിയ ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇറങ്ങിയത് കൊണ്ട് മാത്രം ജയിലിലേക്ക് പോകാതെ KM ഷാജഹാൻ ജാമ്യം എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഇനി ആ കേസ് നിലനിൽക്കില്ല, കാരണം അത്രത്തോളം മോശം കേസുകളാണ്. ഇവിടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ ചർച്ചയാക്കുന്നില്ല? വലിയ ചർച്ചയാക്കേണ്ടതാണ്. കാരണം ഇവിടെ പൊതുപ്രവർത്തകർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ദീർഘകാല ജയിൽവാസം അനുഭവിക്കാൻ പാടില്ല. കാരണം അവർ ജയിലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർ കേസ് നേരിടുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സ്വയം ക്രിമിനൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടല്ല, അങ്ങനെയല്ല അവർ പെടുന്നത്. അവിടെ സന്ദീപ് വാര്യർ അടക്കം അവിടെ സമരം നടത്തിയത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടതാണ്. ഇവിടുത്തെ മീഡിയകൾ സന്ദീപ് വാര്യർക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ്. സംസാരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ശബരിമല ഇഷ്യൂ നമുക്കറിയാമല്ലോ. അവിടുത്തെ മോഷണം, അയ്യപ്പനെ പോലും ഇളക്കി മാറ്റി കൊണ്ടു കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെയാണോ അവിടെ വെച്ചേക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ, മേൽക്കൂരയിൽ അടക്കമുള്ള സ്വർണ്ണപ്പാളികളും ദ്വാരപാലകന്മാരുടെ പുറംചട്ട ക്ലാഡിംഗ് നടത്തിയിട്ടുള്ള സ്വർണ്ണപ്പാളികളും അടക്കം എല്ലാം എടുത്തുകൊണ്ട് പോയി മോഷ്ടിച്ച് വിറ്റു. അത് ഇന്ന് വലിയ ചർച്ചയാണ്. സന്ദീപ് വാര്യർ വലിയ ഒരു ചർച്ചയിലേക്ക് അത് കൊണ്ടുവന്നതുമാണ്. അത്തരത്തിൽ CPM-നെ പ്രതികൂട്ടിലാക്കുന്ന കുറച്ച് യുവാക്കൾ യൂത്ത് കോൺഗ്രസിലും ഇന്നുള്ളത് മിനിഞ്ഞാന്ന് കയറി വന്നിട്ടുള്ള സന്ദീപ് വാര്യരടക്കം അല്ലെങ്കിൽ ഷാഫി പറമ്പിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഒരു വിഭാഗമാണ്. അവരാണ് ഇതിനെക്കുറിച്ച് സജീവമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നാവടക്കേണ്ടത് ഇവിടുത്തെ CPM-ന്റെ ഉദ്ദേശമാണ്. ആ CPM-ന്റെ ആ ഉദ്ദേശത്തോട് സാധാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ട് റാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന
സ്ഥാപനങ്ങളായി പോയോ ഇവിടുത്തെ ചാനലുകൾ, മെയിൻ സ്ട്രീം ചാനലുകൾ എന്നാണ് സംശയിക്കുന്നത്. കാരണം അവരൊക്കെ ചർച്ചയാക്കേണ്ടതല്ലേ. അവർക്കൊക്കെ സെൻസേഷണൽ ന്യൂസും മറ്റു കാര്യങ്ങളും ന്യൂസ് ഫോർ വ്യൂസ് ചവറുകൾ പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ ജയിലിലായത് ചർച്ചയാകണ്ടേ. ഇവിടെ അത് ആഘോഷിക്കുന്നത് BJP ആണ്. BJPയിലെ ഒരു ഭാഗം, എല്ലാവരും എന്ന് പറയാൻ പറ്റൂല, BJPയിലെ ഒരു ഭാഗം അത് ആഘോഷിക്കുകയാണ്. ഇവിടെ BJPയിലായിരുന്ന സമയത്ത് പല കേസ് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ അവിടെ ചെന്നിട്ട് കണ്ടില്ലേ, കുറച്ച് ദിവസങ്ങളായി ജയിലിൽ കിടക്കുന്നുണ്ട്, ജാമ്യം എടുക്കാൻ ആളില്ല, ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ. ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണോ, അത്ര വലിയ ത്യാഗിയായിട്ടാണോ, പരിത്യാഗിയായിട്ടാണോ ഇവിടെ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയത് എന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്തുണ്ട്. സന്ദീപ് വാര്യർ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അവർ റിമാൻഡിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇത്രയധികം ദിവസം അവർ റിമാൻഡിൽ കിടക്കുമെന്നോ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കാത്ത വിധത്തിൽ പിണറായി പൂട്ടിയിട്ടുണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു. കാരണം പൊതുപ്രവർത്തകർ റിമാൻഡിലേക്ക് പോകുന്നത് സ്വാഭാവികം. അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അവർ ഇറങ്ങി വരും, 1-2 ദിവസം. ഇനി വെള്ളിയാഴ്ച ശനിയാഴ്ച കയറ്റിയിട്ട് തിങ്കളാഴ്ച ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നാടകമാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കിടക്കേണ്ടി വരും. എന്നാലും അങ്ങനെ കിടക്കുന്നത് പൊതു ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുപ്രവർത്തകർ കിടക്കുന്നത്. സന്ദീപ് വാര്യർ ജയിലിൽ കിടക്കുന്നത് ഒരു മഹാസംഭവമല്ലായിരിക്കാം, പക്ഷെ മീഡിയകൾ അത് വാർത്തയാക്കേണ്ടതാണ്. ഇനി മീഡിയകൾക്ക് അതിന് മടിയാണെന്നുണ്ടെങ്കിൽ മീഡിയകൾ പറയാത്ത സത്യങ്ങൾ വിളിച്ചു പറയുന്ന സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്, പേജുകളുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ സംസാരിക്കണം, അവർ ചർച്ച നടത്തണം. ഇപ്പോൾ മിക്കവാറും ചാനലുകളിലെല്ലാം 2 പേരിരുന്ന് ചർച്ച നടത്തുന്ന വീഡിയോസ് ആണ് വരുന്നത്. എന്നെപ്പോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് പ്രതികരിക്കുന്ന പ്രതികരണങ്ങളല്ല. അതെന്ത് തന്നെ ആയിരുന്നാലും മെയിൻ സ്ട്രീം ചാനലുകൾ മറന്നുപോയ സന്ദീപ് വാര്യർ അത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ശബ്ദിക്കാതിരിക്കണോ, കോൺഗ്രസ് ആണോ ഇവിടെ ഇടതുപക്ഷമാണോ BJP ആണോ എന്നതുള്ളല്ല. എന്റെ നിലപാട് അതാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണോ ശബ്ദിക്കുന്നത് അവർക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ അവരെ ഭരണകൂടം അല്ലെങ്കിൽ മറ്റാരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏതൊരു ഒരു പൗരന്റെയും കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച് അത്തരത്തിലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന കാരണം കൊണ്ട് സന്ദീപ് വാര്യരെയും അതുപോലെ മറ്റുള്ളവരെയും 10-16 പേരുണ്ട്, അവരെയും ജയിലിൽ അടച്ചിട്ട് ഒരാഴ്ച കഴിയുന്നു. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവർ കണ്ടില്ല എന്നിരിക്കുന്നു. അതായത് ഈ സർക്കാരിന്റെ, നിലവിലെ സർക്കാരിന് ഓശാന പാടുന്ന എന്താ പറയാ, താഴെ നിന്നുകൊണ്ട് റാൻ മൂളുന്ന വിഭാഗങ്ങളായി മാറിപ്പോയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരായിപ്പോയി എന്ന് പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. Different angles. Don't forget to subscribe and support this channel.